ഒരു ലോൺ എടുത്ത് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ, ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊജക്ട് ലോണിന്റെ ബേസിസിൽ നമ്മളൊരു 10-16% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആ എമൗണ്ട് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വിത്ത് ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷനിൽ ബെസ്റ്റ് ലൊക്കേഷനിൽ ഞങ്ങൾ തരാം. ശരിക്കും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ റേറ്റ് വേരിയേഷൻ സ്ക്വയർ ഫീറ്റിന്റെ ബേസിസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു 1500-1600 സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു 2 BHK ഫ്ലാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അതിന് 3 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ക്വാളിറ്റി ഉണ്ടാവില്ല, അതിന് മികച്ച വർക്ക്മാൻഷിപ്പ് കൂടെ വേണം. അതായത് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഒരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നീറ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയണം. തൃശ്ശൂരാണ് ബേസിക്കലി നവേര ആക്കിയത്. അപ്പോ തൃശ്ശൂരിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പതിയെ ഞങ്ങൾ വരുന്നുണ്ട്. നവേര ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2019-ലാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. 2020 ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കോവിഡിന്റെ ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആ പ്ലാൻ ആക്ച്വലി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. നവേരയുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ആണ്. 60 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു പ്രൊജക്ട് ആണ്. 2021 ഞങ്ങളത് ലോഞ്ച് ചെയ്തു. ഏതാണ്ട് ഒരു 30 ഡേയ്സിനുള്ളിൽ സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 years ഉണ്ടോ 15 years ഉണ്ടോ എടുക്കേണ്ട ഗ്രോത്ത് 2 കോവിഡ് വന്നതോടുകൂടി ഒരു ലോൺ പോലും എടുക്കാണ്ട് പുറത്തുനിന്ന് ഒരു ബാക്കപ്പ് ഇല്ലാണ്ട് എങ്ങനെ 5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടി വെച്ചിട്ട് ഞാനൊരു ബിസിനസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നതെല്ലാം റീപേ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യത്തെ കാറ്റഗറിയിൽ. വേറെ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാനില്ല. ഓൾറെഡി ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഞങ്ങളുടെ ടീം അവിടെ എത്തിയിരിക്കും. കളി പഠിച്ചിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. The best way to predict the future is to create it. A valuable quote from Peter Drucker. Milestone Makersന്റെ സംതിങ് സ്പെഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സംതിങ് സ്പെഷ്യലിൽ എന്റെ കൂടെ മിസ്റ്റർ രാഹുൽ, നവേര ബിൽഡേഴ്സിന്റെ ഓണർ. നവേര ബിൽഡേഴ്സിന്റെ എല്ലാമാണ് മിസ്റ്റർ രാഹുലും രാഹുലിന്റെ വൈഫ് മിസ്സിസ് രശ്മിയും അല്ലേ? നവേര ബിൽഡേഴ്സ്, ഞങ്ങൾ എറണാകുളംകാർക്ക് നവേര എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു കേൾവി തന്നെയാണ്, പുതിയൊരു തുടക്കം തന്നെയാണ്. പക്ഷെ നമ്മുടെ എറണാകുളത്തിന്റെ തൊട്ടടുത്തുള്ള തൃശ്ശൂർ, ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ എന്തൊക്കെ പുതിയ ബിൽഡേഴ്സ് വന്നാലും തൃശ്ശൂരിൽ പുതിയതായിട്ട് എന്ത് ഹാപ്പനിങ് ഉണ്ടെങ്കിലും നമ്മൾ എറണാകുളംകാർ പെട്ടെന്ന് അറിയും അല്ലെ? അങ്ങനെ തൃശ്ശൂരിന്റെ പ്രതിച്ഛായ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന ഈ അടുത്ത കാലത്തായിട്ട് എല്ലാരും പ്രിഫർ ചെയ്യണ, എല്ലാരും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് നവേര. ന്യൂ എറ, നവ് എറ എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഈ നവേര എത്ര നാളായിട്ട് ജന്മം കൊടുത്തതാണ്? നവേര ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2019-ലാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. 2020 ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കോവിഡിന്റെ ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആ പ്ലാൻ ആക്ച്വലി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ആദ്യത്തെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു എക്സാക്ട്ലി പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2019 കമ്പനി രജിസ്റ്റർ ചെയ്തു. 2020 ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ കോവിഡിന്റെ ഫസ്റ്റ് വേവ് വന്നപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി അന്ന് ഒരു അൺസർട്ടൺ കണ്ടീഷനാണ്. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നോ, ഇത് നമുക്കിനി വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പ്രൊജക്ട് ശരിക്കും ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്ട് ലിറ്ററലി അനൗൺസ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇത് മാറിയതിന് ശേഷം, കോവിഡ് ഫസ്റ്റ് വേവ് മാറിയതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയിട്ടുള്ള നോളജ് വെച്ചിട്ടാണ് 2021 കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി കൂടിയ ഒരു പ്രൊജക്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ആയിരുന്നു. ആദ്യം പ്ലാൻ ചെയ്തൊരു വില്ല പ്രൊജക്റ്റും രണ്ടാമത് പ്ലാൻ ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട്. യെസ്. അപ്പോൾ നവേരയുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ആണ്. 60 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു പ്രൊജക്ട് ആണ്. 2021 ഞങ്ങളത് ലോഞ്ച് ചെയ്തു. ഏതാണ്ട് ഒരു 30 ഡേയ്സിനുള്ളിൽ സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റിൽ ആദ്യത്തെ ഇൻസിഡന്റിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറെ ലേണിംഗ് ലെസൺസ് വെച്ചിട്ടാണ് രണ്ടാമത്തെ പ്രൊജക്ട് വരുന്നത്. അപ്പോഴേക്കും ഒരു ടീമിനെ ബിൽഡ് ചെയ്തു. ഒരു ഓപ്പറേഷൻ സിസ്റ്റംസ് കൃത്യമായി ഓഫീസിൽ റെഡിയാക്കി. ഈവൻ ഇതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണെങ്കിൽ പോലും അതിൽ നിന്നും ഒരു കമ്പനിയുടെ ഫുൾ ആയിട്ട് ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു ഈ സെക്കൻഡ് വേവ് ഓഫ് കോവിഡിൽ. ആ പ്രൊജക്റ്റാണ് ഞങ്ങളുടെ ആദ്യ പ്രൊജക്റ്റായിട്ട് അറിയപ്പെടുന്നത്. സിഗ്നേച്ചർ എന്നാണ് അതിന്റെ പേര്. 60 അപ്പാർട്ട്മെന്റിലുള്ള പ്രൊജക്റ്റ് ആണ്. 2021 ഈ ഇൻസിഡന്റോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടും അത് ഓൺ ടൈമിൽ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തു.
ഓക്കെ 24 എൻഡോടുകൂടി ആ പ്രൊജക്ട് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അത് വില്ലയാണോ? അല്ല, അത് അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് അത് ആണ്. അപ്പാർട്ട്മെന്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രൊജക്ട്. Okay. ദെൻ അതിനുശേഷം 2022 ഞങ്ങളൊരു വില്ല പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. ആ 22 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ടിൽ 2024 മുതൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നിലവിൽ ആ ഒരു വില്ല പ്രൊജക്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ പേര് അതിന്റെ പേര് പൃഥ്വി എന്നാണ്. പൃഥ്വി. ഓക്കെ, അപ്പൊ വില്ലാസ് ആണ് പൃഥ്വി. അതെ. അപ്പൊ ഇനി റെഗാലിയ. ഓക്കെ, റെഗാലിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രൊജക്ട് ആണ്. അതിൽ ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് വളരെ കുറവാണ്. 13 ഫ്ലോറുകളിലായിട്ട് ആകെ 26 അപ്പാർട്ട്മെന്റുകൾ മാത്രമേ നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിൽ സെല് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. അത് വന്നിട്ട് കുരിയേശ്വരയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ആണ്. ഇതിനിടയിൽ ഒരു പ്രൊജക്റ്റും കൂടി ഉണ്ട്. അതിന്റെ പേര് ടനേറ എന്നാണ്. ടനേറ ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഡിസംബറോടുകൂടി ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു പ്രൊജക്ട് ആണ് ടനേറ. ടനേറയുടെ ആക്ച്വലി 11 ഫ്ലോറുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ലാസ്റ്റ് ഫ്ലോറിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് പാൻഡമിക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒബ്വിയസ്ലി എല്ലാവർക്കും നഷ്ടമുണ്ടാവാം. പക്ഷെ എന്നാലും അവർക്കറിയാം ബിസിനസ് അവർക്ക് എങ്ങനെ എന്താ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടേൺ ഔട്ട്, അത് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും കുറെ ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നൊരു അടി വരുമ്പോഴാണെങ്കിലും അവർക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, അവർക്ക് അതിനെ ടാക്കിൾ ചെയ്യേണ്ട രീതിയൊക്കെ അറിയാം. പക്ഷേ ഈ നവേറ എന്ന് പറയുന്ന ഗ്രൂപ്പ് തുടങ്ങി മാസങ്ങൾ, ഒരു 1 ഇയർ പോലും എത്തിയില്ല, കേട്ടിടത്തോളം മാസങ്ങളായതേ ഉള്ളൂ. രജിസ്ട്രേഷൻ കഴിഞ്ഞതേ ഈ പാൻഡമിക് അറ്റാക്കിങ് വന്നു. അപ്പൊ ശരിക്കും മനസ്സ് പതറിയില്ലേ? ഇങ്ങനൊരു പുതിയതായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങുകയാണ്, ചില്ലറ കളിയല്ല, വലിയൊരു ബിസിനസ് ഒരു ഇതിലേക്ക് വന്നപ്പോ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു ഫേസിനെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, ഒരു കമ്പനിയുടെ ഫോർമേഷൻ, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ വേണം, ഇങ്ങനെ ഇതായിരിക്കണം അതിന്റെ ഓപ്പറേഷൻ രീതികൾ എന്നൊക്കെ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ 2013 മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്, സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ഡിസിഷൻ എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻസ് ഉണ്ടാവുക. ഇത് ഏതാണ്ട് ഒരു 7-8 വർഷത്തോളം ഇതിന്റെ പിന്നിൽ നിന്ന് മറ്റു പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്തും മെയിൻ ആയിട്ടുള്ള എന്റെ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ആഗ്രഹത്തിലേക്കാണ്. അപ്പൊ ഞാൻ ഏതാണ്ട് ഒരു 8-9 വർഷത്തോളം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൾറെഡി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. 2, നെക്സ്റ്റ് വരാൻ പോകുന്ന ആദ്യത്തെ ഒരു കോവിഡോട് കൂടി കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തു. എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പോസിറ്റീവായിട്ടായിരിക്കില്ലല്ലോ തിങ്ക് ചെയ്യുന്നത്. കാരണം എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ നെഗറ്റീവ്സിനെ ഫേസ് ചെയ്യാൻ ആദ്യം നമ്മൾ തയ്യാറാവണം. ആദ്യത്തെ 1 വർഷമോ 2 വർഷം കൊണ്ടോ ഒരിക്കലും ഒരു കമ്പനിക്ക്, അതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയാലും ശരി, ഈവൻ അത് ഒരു ബിൽഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഒരു 2 വർഷം കൊണ്ട് ഈസിലി അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഒരിക്കലും നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളുടെ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു 2-3 വർഷം ആ കമ്പനിക്ക് വിചാരിക്കുന്ന രീതിയിൽ സെയിൽ ഇല്ലെങ്കിൽ പോലും അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. കൃത്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 ഇയറിലേക്കോ അല്ലെങ്കിൽ 2 ഇയറിലേക്കോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, നമ്മുടെ സാലറി കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് മാനേജ് ചെയ്യാനായിട്ട് പ്രോപ്പർ പ്ലാനിങ്. യെസ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോവിഡ് വന്നപ്പോഴും അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കോവിഡ് ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് കുറെ ടൈം കിട്ടിയിരുന്നു. ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസി ഉള്ള ഒരു ഓർഗനൈസേഷനെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്, ഏതൊക്കെ ഡെസിഗ്നേഷൻസ് ആണ് വേണ്ടുന്നത്, എങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഒരു പാറ്റേൺ, ഈ ഒരു ബിസിനസിന്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ ആക്കാൻ നമുക്കുള്ള ടൈം ഉണ്ടായിരുന്നു. കൃത്യമായി സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നപ്പം ഇത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ കോവിഡ് വന്നത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണണ്ട, കാരണം കോവിഡ് വന്നത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം. കാരണം ഇതുവരെയും നമുക്ക് ടെക്നോളജിയിൽ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ടെക്നോളജി വൈസ് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും ഒരുപാട് ബൂമായി. അപ്പോ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഇതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നത്. കാരണം പലപ്പോഴും നമുക്ക് സൈറ്റുകളിലേക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കേണ്ടി വന്നു. 2, സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് കൃത്യമായി കൊടുക്കാൻ സാധിച്ചു. 3, മുൻപൊക്കെ പുറത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് നാട്ടിൽ വന്നിട്ട് വേണം വരുന്ന ഒരു സൈറ്റ് പോയി വിസിറ്റ് ചെയ്യാൻ. ഇപ്പോൾ അത് മാറി.
അത് കുറച്ചുകൂടി വിർച്വൽ സൈറ്റ് വിസിറ്റിലേക്ക് കൊണ്ടുവന്നു. ഓ അപ്പൊ ടെക്നോളജി മാറിയതിന് ഒരുപാട് ഒരു സൈഡിൽ അഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ ഒരു സൈഡിൽ ശരിയാണ്, നമ്മളൊരു 2-3 മാസം സ്ട്രഗിൾ ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ 100 ഇരട്ടി ഒരു 10 years ഉണ്ടോ 15 years ഉണ്ടോ എടുക്കേണ്ട ഗ്രോത്ത് 2 കോവിഡ് വന്നതോടുകൂടി എൻ്റെ ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ഈ ഒരു ബേബി ഇപ്പൊ വെറും 5 വർഷമേ ആയിട്ടുള്ളൂ അല്ലെ പബ്ലിക്കിലേക്ക് നിങ്ങൾ അതായിട്ട്. പക്ഷേ ഇത്തരം ഒരു 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസോ അതിൽ നിന്നും കിട്ടിയ ഒരു അറിവോ അല്ല ഇപ്പൊ ഞാൻ രാഹുലായിട്ട് സംസാരിക്കുമ്പോൾ. രാഹുൽ നേരത്തെ മുതലേ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയെന്ന് ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇത്രയും എത്താനായിട്ട് രാഹുലിന് ഇത്രയും ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കൈ പൊള്ളുന്ന ഒരു മേഖല തന്നെയാണ്. സാലറി ബേസിലോ നമ്മൾ ജോലിക്ക് പോകുന്ന പോലെയല്ല, ശരിക്കും ടെൻഷൻ ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. എങ്ങനെ രാഹുൽ ഇതിനു വേണ്ടിയിട്ട് രാഹുലിനെ പ്രിപ്പയർ ചെയ്തു? എങ്ങനെ രാഹുലിന്റെ ബേസിക് എന്താ? നമുക്ക് അവിടെ നിന്ന് വരാം. രാഹുൽ ഞാൻ മനസ്സിലാക്കിയത്തോളം തൃശ്ശൂരുകാരനല്ല, അല്ല പത്തനംതിട്ടക്കാരനാണ്. ഓക്കെ, പത്തനംതിട്ടക്കാരനായ രാഹുലിന്റെ മനസ്സിലേക്ക് എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ്, ഈ ഒരു ബിസിനസ് വന്നത്? ആ ഒരു ജേർണിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഈ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ എനിക്ക് പണ്ട് മുതലേ വളരെ ഇഷ്ടമാണ്. കാരണം അല്ല, ബേസിക്കലി ഞാൻ എഞ്ചിനീയർ അല്ല, ഞാൻ മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. MBA ആണ് ഞാൻ പഠിച്ച ഫീൽഡ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പാഷൻ കൊണ്ട് വന്നതാണ്. അച്ഛൻ ബിസിനസ് അല്ല, അച്ഛൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അല്ല, ഫാമിലിയിലും ആരുമില്ല. അപ്പൊ എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇഷ്ടം മനസ്സിലേക്ക് വന്നത്? ആ ഒരു ഇഷ്ടം ശരിക്കും എന്റെ ചെറുപ്പകാലത്ത്, ഞാൻ വളരെ കുട്ടിക്കാലത്ത് ഞാൻ വെക്കേഷൻ സമയത്ത് എന്റെ അമ്മയുടെ വീട്ടിൽ പോകും. ശരിക്കും ആ വീട് എന്ന് പറയുന്നത് ഏതാണ്ട് 10-100 വർഷം പഴക്കം ഉണ്ടായിരുന്ന ഒരു വീടാണ്. അപ്പൊ എന്റെ മെമ്മറിയിൽ ആ വീട് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ പണിതൊരു വീടാണ്. അപ്പോൾ അന്നത്തെ കാലം മുതൽ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ ഓരോ സ്റ്റോറീസ് ആണ്. ഈ തടി കൊണ്ടുവന്ന കഥകളും അന്ന് കാർപ്പന്റേഴ്സിനെ കൊണ്ടുവന്ന കഥകളും. നമ്മളിൽ പല ആളുകൾക്കും ഗ്രാൻഡ് ഫാദറിന്റെ പേര് ശരിക്കും അറിയില്ല. സത്യം. അപ്പോ ആ ഒരു വീട്ടിലൂടെയാണ് ഞാൻ ശരിക്കും എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതും അദ്ദേഹം ആ സമയത്ത് എടുത്തിരുന്ന സ്ട്രഗിളും ഈ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ആ വീടില്ല നിലവിൽ, കാരണം ഇത്രയും പഴക്കമായതോടുകൂടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡിമോളിഷ് ചെയ്ത് പുതിയ കൺസ്ട്രക്ഷൻ ചെയ്തു. എന്നിരുന്നാലും ഏതാണ്ട് 4 തലമുറ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു ആ വീട്? പത്തനാപുരം എന്ന് പറയും. അപ്പോ ആദ്യത്തെ തലമുറ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ താമസിക്കുന്നു, ദെൻ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ തലമുറ വരുന്നു, എന്റെ പേരൻസിന്റെ തലമുറ വരുന്നു, ദെൻ എന്റെ ഒരു ഓർമ്മയുള്ള കാലം വരെ അവിടെ താമസിച്ചിട്ടുണ്ട്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 4 തലമുറയാണ്. ഇതിപ്പോ രാഹുൽ, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശന്മാര് അല്ലെ നമ്മുടെ തലമൂത്ത ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്ന കുറെ കഥകൾ, അതിൽ നിന്നും നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മുടെ തലയിലേക്ക് വരുന്നത് നമ്മുടെ ഫ്യൂച്ചർ മാറ്റിയ കുറെ ആൾക്കാരുടെ കഥകൾ കേൾക്കാം. അങ്ങനെ ബ്യൂട്ടിഫുള്ളി ആക്കി എടുത്ത ഒന്നാണ് രാഹുലിന്റെ നവേറ അല്ലേ? ആ ചെറുപ്പത്തിലത്തെ രാഹുലിന്റെ മനസ്സിലേക്ക് വന്ന് കേറിയ ഒരു താല്പര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിൽ വന്നപ്പോ ഇതിനെ റിലേറ്റഡ് ആയിട്ട് പഠിക്കണമെന്നോ ഫ്യൂച്ചർ എന്ന് അങ്ങനെ പോകണമെന്നോ രാഹുലിന് തോന്നിയില്ല? ഇല്ല, എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് ബിസിനസിനോടാണ് താല്പര്യം. അപ്പൊ ഞാൻ ഡിഗ്രി ചൂസ് ചെയ്യുന്ന സമയത്ത്, +2 കഴിഞ്ഞ് ഡിഗ്രി ചൂസ് ചെയ്യുന്ന സമയത്തും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം MBA ചെയ്യുന്ന സമയത്തും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MBA മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ധാരണയിലേക്ക് വന്നത്. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലേക്ക്, അതായത് നമുക്ക് ചിലപ്പം ടെക്നിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കാം, അതേസമയം ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ടെക്നിക്കലി മാത്രം ഓക്കെ ആയി പോരാ. നമുക്കൊരു പ്രൊഡക്റ്റ് ആക്ച്വലി മേക്ക് ചെയ്യുന്നത് മാത്രമല്ല ഒരു ആർട്ട് എന്ന് പറയുന്നത്, അത് സെല് ചെയ്യാനൂടെ പറ്റണം. തീർച്ചയായിട്ടും. അപ്പോൾ നന്നായി സെല് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മാനേജ് ചെയ്യാനും കൂടെ പറ്റും. അപ്പൊ ഈ 2 പാർട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, തന്നെയല്ല ഇതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, എന്റെ വൈഫും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ വളരെ സ്മൂത്ത്ലി നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. രശ്മിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, രശ്മി എഞ്ചിനീയർ ആണോ? ആക്ച്വലി ഷീ ഈസ് M.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ കൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളാണ്. ഇപ്പൊ രണ്ടുപേരും ഈ ഇൻഡസ്ട്രി റിലേറ്റഡ് അല്ല, അതായത് ഇൻഡസ്ട്രി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് അല്ല, ബട്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ തന്നെയും പല കാര്യങ്ങളും നമുക്കൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാനും ബിൽഡ് ചെയ്യാനും നമ്മളൊരു എഞ്ചിനീയർ ആവണം എന്നില്ല. അപ്പോ ആ എഞ്ചിനീയേഴ്സിനെ കൃത്യമായി നമ്മളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ തൃശ്ശൂർ തുടങ്ങാം എന്ന് വിചാരിച്ചു. ഈ തൃശ്ശൂർ തന്നെയാണെങ്കിലും നിങ്ങളിപ്പോ ബിൽഡേഴ്സിന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതിന് പറ്റിയൊരു ലൊക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യണത്? ഈ റോഡ് സൈഡിൽ നിന്ന് നോക്കിയിട്ടാണ്, ഈ പറയുന്ന സോക്കോൾഡ് ഹൈവേയുടെ അടുത്തെന്നുള്ള രീതിയിലാണോ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്ങിൽ ഫൈനലൈസ് ചെയ്യണത്? എപ്പോഴും ഒരു ലൊക്കേഷന് 3 രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒന്ന് പ്രൈസിന്റെ രീതിയിലാണ്. പ്രൈസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ
ഏതൊരു പ്രോപ്പർട്ടിയിലും ഇപ്പോൾ അതിന്റെ മാക്സിമം അപ്രിസിയേഷൻ റീച്ച് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, വിച്ച് മീൻസ് ഒരു സിറ്റിയുടെ മെയിൻ സെന്ററിലാണ് ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാക്സിമം അപ്രിസിയേഷൻ റീച്ച് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡെവലപ്മെന്റുകൾ, അതായത് ഇനിയും വരാൻ പോകുന്ന ഡെവലപ്മെന്റുകളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ലൊക്കേഷൻ ഉണ്ടാവും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ഔട്ട്സ്കേർട്സ് ലൊക്കേഷൻ ആയിരിക്കും. ഇനി ഒരു നെക്സ്റ്റ് 10 years കൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക. ഇതിൽ എപ്പോഴും ഞങ്ങളുടെ ഫോക്കസ് പോകുന്നത് ഇതിൽ സെക്കൻഡ് കാറ്റഗറിയിലാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡെവലപ്മെന്റ് എങ്ങോട്ടാണ്, സിറ്റി എങ്ങോട്ടാണ് നെക്സ്റ്റ് ഗ്രോ ചെയ്യാൻ പോകുന്നത്, അതിന്റെ ബേസിസിലാണ്. അതിന് ഞങ്ങളുടെ ഒരു റിസർച്ച് ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 3 kilometer റേഡിയസിൽ എന്തൊക്കെയാണ് നെക്സ്റ്റ് ഡെവലപ്മെന്റുകൾ വരാൻ പോകുന്നത്, അതിന് കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. അത് എത്രത്തോളം നമ്മുടെ പ്രൊജക്റ്റുകൾക്ക് ഫീസിബിൾ ആണ്, ഇവിടെ താമസിക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് എത്രത്തോളം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, റോഡുകൾ, വരുന്ന സ്കൂൾസ്, കോളേജസ്, ഇതെല്ലാം വരുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ഒരു കസ്റ്റമർക്ക് ഇന്നൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ നെക്സ്റ്റ് 5 years കൊണ്ട് ഈ ടോട്ടൽ ഡെവലപ്മെന്റുള്ള ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ അവർ വാങ്ങിയതിനേക്കാളും ബെറ്റർ റിട്ടേൺ അവർക്ക് കിട്ടും. വേറെ ആദ്യത്തെ കാറ്റഗറിയിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഒരു ഹൈ പ്രൈസിലാണ്, മാക്സിമം അപ്രിസിയേഷനിലാണ് പോയി ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ഡെവലപ്മെന്റുകൾ ഫോക്കസ് ചെയ്തിട്ടാണ് ലൊക്കേഷൻസ് എടുക്കുന്നത്. പിന്നെ ഇതിന് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്, ബി ലാൻഡ് എന്നാണ് അതിന് പറയുക. ബി എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്. വിൽക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ആദ്യം ബഡ്ജറ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ഇന്ന പ്രൈസ് ബ്രാക്കറ്റിൽ വേണം അത് സെല് ചെയ്യാൻ. അതിന്റെ ബേസിസിലാണ് ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് എൽ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് നമുക്ക് ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ലാൻഡ് ഏതാണോ ആ ലാൻഡിന്റെ അപ്രോച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ന് പറയുന്നത് നെയ്ബർഹുഡ് എങ്ങനെയാണ്, അങ്ങനെ ഒരു പ്രോപ്പർട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റൻസ് ഉള്ള ഒരു ലൊക്കേഷൻ ആണോ, കൺവീനിയന്റ് ആണോ എന്നുള്ളത് തിരിച്ചറിവാണ്. ഡി എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഡെവലപ്മെന്റ് ആണ്. ഈ പർട്ടിക്കുലർ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള വരുന്ന എല്ലാ ഡെവലപ്മെന്റുകളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ലൊക്കേഷൻ നിങ്ങൾ കൺഫേം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത്ര അധികം സ്റ്റഡീസ് നടത്തിയിട്ടാണ്. അപ്പൊ ഈ ഒരു ആംഗിളിലായിരിക്കുമല്ലോ ഏതൊരു ബിൽഡേഴ്സ് ആണെങ്കിലും നോക്കുന്നുണ്ടാവുക അല്ലേ? ഓക്കെ. ഇപ്പോ നവേരയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് തുടങ്ങിയ ഒരു ബിൽഡർ തന്നെ, അതിന്റെ കഥ നമ്മളിപ്പോ പറഞ്ഞു. മെയിൻ ഇത് കോവിഡ്, ആ ഒരു പാൻഡമിക്, ആ ഒരു തന്നെയായിരുന്നു. പക്ഷെ വേറൊന്നും എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം, നവേരെ കുറിച്ച് അറിഞ്ഞപ്പോ സാധാരണ ഇത്രയും വലിയൊരു ബിസിനസ് ഫേം, ഇങ്ങനെ ഒരു ബിൽഡേഴ്സ്, അത് ഒരു ലോൺ പോലും എടുക്കാണ്ട്, പുറത്തുനിന്ന് ഒരു ബാക്കപ്പ് ഇല്ലാണ്ട് എങ്ങനെ? അപ്പോ അങ്ങനെ ഒരു ഇത് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ബാക്കപ്പ് മണി വേണ്ടേ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ആ ഒരു ഫേസ്? ബേസിക്കലി ഒരു ബിസിനസ് 2 രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, ഒരു ഡിസിഷൻ എടുത്ത് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകളുണ്ട്. അത് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയാലും ശരി. എൻ്റെ മനസ്സിൽ ഇന്നൊരു പ്ലാൻ വന്നു, ഈ വർഷം എന്നോട് കൂടിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിൽ ടൈം വളരെ കുറവാണ്. അപ്പോൾ ഈ ടൈം കുറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഞാൻ ഒന്നുകിൽ റേസ് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ അതിലേക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ പൂൾ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് എനിക്കൊരു ബാങ്ക് ലോൺ ചൂസ് ചെയ്യാം. നേരെ മറിച്ച് ഇന്ന് 2025 ഇരുന്ന് ഞാൻ പ്ലാൻ ചെയ്യാണ്, 2030 ഞാൻ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാം. മേജർ കോൺട്രിബ്യൂഷൻസ്, എൻ്റെ ലൈഫ് സേവിങ്ങിന്റെ മേജർ കോൺട്രിബ്യൂഷനിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെന്റുകൾ മിക്കതും ഞാൻ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. കൃത്യമായി ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിന്റെ ഓരോ പോർഷൻസിൽ വരുന്ന ഡിഫക്റ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. 5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടി വെച്ചിട്ട് ഞാനൊരു ബിസിനസ് ചെയ്യുന്നു. അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കുക. ഇതിൽ ആദ്യം പറഞ്ഞ പോയിന്റിൽ ആദ്യം ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് പൂള് ചെയ്യുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം പറയാം. നമുക്ക് കിട്ടുന്നതെല്ലാം റീപേ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ കാറ്റഗറിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ചെയ്യുകയോ ഞാനൊരു ലോൺ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഒരു ഫസ്റ്റ് ബിസിനസ് ആയിക്കോട്ടെ, അതിനകത്തുനിന്ന് കിട്ടുന്ന റിട്ടേണിന്റെ മേജർ ഭാഗവും ഞാൻ റീപേ ചെയ്യാനേ പറ്റുള്ളൂ. ബാങ്കിലേക്ക് എനിക്ക് തിരിച്ചടയ്ക്കണം, അതല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഞാൻ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വേറെ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാനില്ല. ഓൾറെഡി ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സൂപ്പർ. ഓക്കെ. അപ്പൊ ആ പോയിന്റിലാണ് ആലോചിച്ച്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇമ്മീഡിയറ്റ്ലി പല കാര്യങ്ങളും നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കളി പഠിച്ചിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. ശരിക്കും പ്രോപ്പർ വെൽ പ്ലാനിങ്. ഇത്ര നല്ല ബ്രില്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് രാഹുലിനെ ഹെൽപ്പ് ചെയ്തത് ആരാ? മെയിൻലി ചിലപ്പോൾ നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യമായിരിക്കാം. പിന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എന്നോടൊപ്പം, അതായത് ഞാൻ എങ്ങനെയാണോ തിങ്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഫാമിലി എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഒരു ബിസിനസ്സിൽ.
നമുക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്തും ഞങ്ങളുടെ ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം കണ്ട് അതിനകത്ത് ഇപ്പൊ ഞാൻ തിങ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ വൈഫ് തിങ്ക് ചെയ്യുന്നത്. പുള്ളിക്കാരത്തെ ചിലപ്പോൾ മറ്റൊരു ആംഗിളിലായിരിക്കും ഒരു തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ തെറ്റായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടാവും. അതിനെ ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും. എല്ലാം നമ്മൾ എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുമ്പോഴാണ് ശരിക്കും പ്രോപ്പർ അല്ലാതെ വേയിലേക്ക് പോകുന്നത്. പിന്നെ എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ചലഞ്ചസ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ആകെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ പരമാവധി ഒരു ഫണ്ട് റേസിങ്ങിനേക്കാൾ കൂടുതൽ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് അതിന്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എവിടേക്കാണ് അഡീഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് പോകുന്നത് അതിനെ കുറയ്ക്കാൻ എന്താണ് മാർഗം, അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു ബിസിനസ്സിൽ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. പക്ഷേ ഈ എമൗണ്ട് കുറയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ക്വാളിറ്റി അത് ബാധിക്കാനും പാടില്ല. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇന്റേണലി അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു പ്രോസസ്സാണ്. അതിപ്പോ ഒറ്റ വേർഡിൽ അത് എങ്ങനെയാണ് പറഞ്ഞു. പക്ഷെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. രാഹുൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ചില ബിൽഡേഴ്സിന്റെ പ്ലാനിങ്ങും ഞങ്ങൾ തന്നെ നോക്കുമ്പോഴും ചില ബിൽഡേഴ്സിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പോയി കണ്ടില്ലേ പോലും അവര് ഈ പറയുന്ന സോക്കോൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര അവരുടെ പ്ലാൻ കാര്യങ്ങൾ ഏറിയ ആയിരിക്കും. ഏത് റൂമും ചിലത് കാണുമ്പോൾ ഭയങ്കര ഡിഞ്ചിയാണ് ചില പ്ലാനിങ്ങിൽ ചില ബിൽഡേഴ്സിൻ്റെത്. പക്ഷെ ചില ബിൽഡേഴ്സിൻ്റെത് അവരുടെ ഏത് ബിൽഡിംഗ് പോയി നോക്കിയാലും 100% അവര് ഇതായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് റൂംസ് എല്ലാം ഏറിയ ആയിരിക്കും, നന്നായിട്ടും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചില ബിൽഡേഴ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നവേര ഇതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതെന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഇപ്പൊ റൂം സൈസ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ റേറ്റ് വേരിയേഷൻ സ്ക്വയർ ഫീറ്റിന്റെ ബേസിസിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കൊരു 1500 1600 സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു 2 BHK ഫ്ലാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അതിന് 3 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെഗ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതിന് പേരോ കാര്യങ്ങളോ ഒന്നും മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല. സെയിം സ്പെസിഫിക്കേഷനിൽ തന്നെ 3 ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകൾ, അതായത് 3 ടൈപ്പ് ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു 800-900 സ്ക്വയർ ഫീറ്റിനകത്തുള്ള അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റുകളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. മറ്റൊരു കാറ്റഗറി ഒരു 1500 സ്ക്വയർ ഫീറ്റ്, മറ്റൊരു കാറ്റഗറി 1600 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ളത്. അപ്പോൾ ഇതിൽ 3 ടൈപ്പ് ഓഫ് പ്രൈസ് വേരിയേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ 3 കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഞങ്ങളുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. കൺസ്ട്രക്ഷൻ മെത്തേഡിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാം സെയിം തന്നെയാണ്, സെയിം കൺസ്ട്രക്ഷൻ മെത്തേഡ് തന്നെയാണ്. പക്ഷെ ലൊക്കേഷൻ മാറും. പ്രൈസ് ഡിഫറൻസ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. രാഹുലിന് അറിയുന്ന വേറൊരു കാര്യമായിരിക്കും, നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ വീട് അടുത്ത കാലത്ത് പണിത വീട്ടിൽ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ടൈല് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ വരുന്നത് അതിന്റെ എന്താ പറയുക ബിൽഡർ അല്ലെങ്കിൽ അത് കൺസ്ട്രക്ഷൻ എടുത്തിരിക്കുന്ന ആള് അവര് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തത് കൊണ്ടോ മെറ്റീരിയൽസ് ഫോൾസ് ആയിട്ടൊക്കെ മിക്സ് ചെയ്തത് കൊണ്ടോ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്നത്. അപ്പോ ഇതേപോലെ ഇത്രയും വലിയൊരു ബിൽഡർ എന്നുള്ള രീതിയിൽ നവേര ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ കീനായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഈ ഒരു പ്രോസസ്സിങ്ങിൽ ചതി പറ്റാതിരിക്കാനായിട്ട്, കാരണം നമ്മൾ ഇതെല്ലാം ഒരു കോൺട്രാക്ട് ബേസിൽ എപ്പോഴും നിങ്ങൾ രാഹുലും രശ്മിയും എപ്പോഴും സൈറ്റിൽ ഉണ്ടാവണമെന്നില്ല, വിശ്വസിച്ച് നമ്മൾ നമ്മുടെ കൂടെ ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന കോൺട്രാക്ടേഴ്സും ചില ആൾക്കാർ ഇതിനകത്തുനിന്ന് മുക്കി നമുക്കറിയാം കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, വെള്ളം കൂടുതൽ ചേർത്തും ഇങ്ങനെ മായങ്ങൾ ചേർത്തും വിൽക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ബേസിക്കലി ഞങ്ങളൊരു ബാക്ക്വേർഡ് ഇന്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ ആണ്. ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും അതിന്റെ സ്റ്റാർട്ടിങ്, അതായത് എക്സിക്യൂഷൻ മുതൽ അതിന്റെ ഡ്രോയിങ് മുതൽ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ അതിന്റെ എക്സിക്യൂഷൻ സ്റ്റേജ് വരെ ഉള്ളത് 100% ഞങ്ങൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി 2, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ക്വാളിറ്റി ഉണ്ടാവില്ല, അതിന് മികച്ച വർക്ക്മാൻഷിപ്പ് കൂടെ വേണം. അതായത് ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ ഒരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നീറ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയണം. അതല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ മിക്സിംഗ് വളരെ ഡിഫറെന്റ് ആണ്. ഓരോ സിമെന്റ് മിക്സ് ചെയ്യുന്നതിന് ഓരോ മിക്സ് റേഷ്യോസ് ആണ്. ഞാനിപ്പോൾ ഒരു ടെക്നിക്കൽ സൈറ്റിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു അൾട്രാടെക്കിന്റെ ഒരു സിമെന്റ് എടുത്ത് മിക്സ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അംബുജയുടെ സിമെന്റ് എടുത്ത് മിക്സ് ചെയ്യേണ്ടത്. 2 ടൈപ്പ് ഓഫ് മിക്സേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ കോൺക്രീറ്റ് ചെയ്യുന്നതിനും അതിന് ആ കമ്പനി തന്നെ അതിന്റെ മിക്സ് റേഷ്യോ നമുക്ക് തരും. ഇതിന്റെ ബേസിസിലാണ് എപ്പോഴും കോൺക്രീറ്റ് ചെയ്യുക. ഇനി
സൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തു എന്നുള്ളത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. അദ്ദേഹം മോണിറ്റർ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇതാദ്യം നമുക്ക് വേണ്ടുന്ന പ്രൂഫാണ്. അതിന് സർട്ടിഫൈ ചെയ്യണം. ആ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനകത്തുനിന്ന് സാമ്പിൾസ് എടുത്ത് നമുക്ക് ഒരു ഓതറൈസ്ഡ് സെന്ററിൽ പോയി, ഒരു ഓതറൈസ്ഡ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ലാബിൽ പോയി ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നവേരയുടെ തുടക്കം മുതലുള്ള പ്രൊജക്ടുകൾ, ഈവൻ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, തുടക്കം മുതലുള്ള പ്രൊജക്ടുകളിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അതെല്ലാം തന്നെ കോൺക്രീറ്റ് ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, സിമെന്റ് ആയിക്കോട്ടെ, എന്ത് സാധനം കിട്ടിയാലും ഞങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടേ വെക്കാറുള്ളൂ. ഈവൻ ആഫ്റ്റർ 10 years 20 years ഒരാൾ വന്നിട്ട് എനിക്ക് ക്വാളിറ്റി ഇല്ലായിരുന്നു എന്ന് ഒരാൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ചെയ്തിട്ടുള്ളത് ഓതറൈസ്ഡ് സെന്റേഴ്സിൽ നിന്ന് മാത്രമേ ഞങ്ങളത് സർട്ടിഫൈ ചെയ്ത് വാങ്ങാറുള്ളൂ. അപ്പൊ ആ വിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാം. പിന്നെ എല്ലാ കോൺട്രാക്ടേഴ്സും പ്രോപ്പറായിട്ട് ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പ്രാക്ടീസ് ചെയ്യണം. രണ്ട്, നമുക്ക് അക്നോളജ് ചെയ്യാന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ മാൻമെയ്ഡ് പ്രൊഡക്റ്റുകളാണ്. കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാം. 100% കംപ്ലൈന്റ് ഇല്ലാത്ത ലോകത്ത് ഒരു പ്രൊഡക്റ്റും ഇല്ല. പക്ഷേ ഈ കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ നമ്മളതിനെ അക്നോളജ് ചെയ്ത് അതിനുള്ള റെക്ടിഫിക്കേഷൻ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ ഞങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആണ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് അത് പറയാറുമുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലൈന്റ് 100% ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. വേൾഡ് ക്ലാസ് മെറ്റീരിയൽസ് ഇട്ട് പ്രൊഡക്റ്റ് നിർമ്മിച്ച് നൽകിയാൽ പോലും നിങ്ങൾക്കൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഞങ്ങളുടെ ടീം അവിടെ എത്തിയിരിക്കും. അതെ. ഇപ്പൊ ഞാനത് വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഞങ്ങളുടെ തുടക്കം മുതലുള്ള പ്രൊജക്ടുകൾ, ഇപ്പൊ തുടക്കം മുതൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകളിൽ ഒരു ചെറിയ റെക്ടിഫിക്കേഷൻസ്, വലിയ ഇഷ്യൂസ് ഒന്നും ആയിരിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഒരു സ്വിച്ചസ് കംപ്ലൈന്റ്, ഇതൊക്കെ ഓൾറെഡി വാറന്റിക്കകത്തുള്ളതാണ്. കാരണം എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആയതുകൊണ്ടും ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആയതുകൊണ്ടും കമ്പനി തന്നെ ഡയറക്റ്റ് അതിന് വാറന്റി കൊടുക്കുന്നുണ്ട്. ആ സ്വിച്ചിന്റെ ബ്രാൻഡ് ഏതാണോ ആ കമ്പനി തന്നെ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയാൽ പോലും ഒരു കസ്റ്റമർ ചെയ്യുന്നത് ആകെ ചെയ്യേണ്ടത് ഇത്രയുള്ള ഒരു മെയിൽ അയച്ചിടുക എന്നുള്ളതാണ്. 24 hours ആ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ടീം തന്നെ വന്നത് റെക്ടിഫൈ ചെയ്തോളും. സൂപ്പർ സർവീസ്. അപ്പൊ അതിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ പ്രൊജക്ടുകൾ ചൂസ് ചെയ്യാം. നവേര കൊടുക്കുന്ന വിശ്വാസം അത് പറയുന്നുണ്ട്. എന്നാലും ഓരോ കമ്പനിക്കും ഓരോ മോട്ടോ ഉണ്ടാവും. ക്ലയന്റിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അവരിലേക്കുള്ള വിശ്വാസം നിങ്ങൾ എടുക്കാനായിട്ട്. അങ്ങനെ നവേര കൊടുക്കുന്നത്, അല്ലെങ്കിൽ നവേര ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് നവേര ചൂസ് ചെയ്യണം? ലൊക്കേഷൻസ് എല്ലാവരും പറയുന്ന പോയിന്റ് ആണ്. ഫെസിലിറ്റീസ് എല്ലാവരും പറയുന്ന പോയിന്റ് ആണ്. ആരും പറയാത്ത ഒരു പോയിന്റ് ആണ് ആ പ്രൊജക്ടിന് ലോൺ ഇല്ല എന്നുള്ളത്. പർട്ടിക്കുലർ പ്രൊജക്ടിന് ലോൺ ഇല്ല എന്നുള്ളത്. അതിന്റെ റീസൺ കൂടെ കൃത്യമായി പറയാം. ഒരു ലോൺ എടുത്ത് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ, ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ, സ്വാഭാവികമായിട്ട് പ്രൊജക്ട് ലോണിന്റെ ബേസിസിൽ നമ്മളൊരു 10 to 16% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആ എമൗണ്ട് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വിത്ത് ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷനിൽ ബെസ്റ്റ് ലൊക്കേഷനിൽ ഞങ്ങൾ തരാം, വിത്തൗട്ട് ഡെറ്റ്. കാരണം ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരാൾ ചെയ്യുന്നത്. ശരിക്കും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിലവിൽ കടത്തിലല്ലാത്ത പ്രോപ്പർട്ടിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ഞാൻ കടം വാങ്ങിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി ചെയ്യുന്നതെങ്കിൽ നിലവിൽ അത് കടത്തിലാണ്. ആ കടം നികത്താനേ കഴിയുള്ളൂ ഒരാൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. നവേരയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് കോൺഫിഡൻസോട് കൂടി രാഹുൽ അത് പറയണേ തന്നെ നോക്കൂ. അത് ശരിക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അൺനെസസറി ആയിട്ട് പേ ചെയ്യുന്ന ഒരു 10 to 16% ഉണ്ട്. മറ്റൊരാളുടെ ഐഡിയക്ക് അദ്ദേഹം വാങ്ങിയിട്ടുള്ള കടമാണ് നമ്മൾ വീട്ടുന്നത്. അപ്പോൾ നവേരൽ ബുക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഞങ്ങളുടെ കടം നിങ്ങൾ വീട്ടേണ്ട ആവശ്യമില്ല. നിലവിൽ കടമില്ലാത്ത പ്രോപ്പർട്ടീസ് മാത്രമേ ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കൺസ്ട്രക്ഷന്റെ സ്പീഡ്, ഞങ്ങൾ സോഷ്യൽ മീഡിയാസിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷന്റെ പ്രോഗ്രസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ നടക്കുന്നത് അത് കൃത്യമായി സോഷ്യൽ മീഡിയാസിൽ ഞങ്ങളുടെ പേജസിൽ കയറി കഴിഞ്ഞാൽ കാണാം. അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും ഓരോ മാസം നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ ഞാനിപ്പോൾ ആ പറഞ്ഞ 16% വേരിയേഷൻ്റെ വ്യത്യാസം വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പൊതുവേ നമുക്ക് ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് റസ്റ്റ് ഉണ്ടാവുക എന്ന് പറയും. പല മെറ്റീരിയൽസിലും തുരുമ്പെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഹാൻഡ് റെയിൽസ്, നമ്മുടെ ബാൽക്കണിയിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് റെയിൽസിൽ. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് അറിയാണ്ട് ചിലപ്പോൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ചാരി നിൽക്കുമ്പോഴായിരിക്കും അത് ഫുൾ റെസ്റ്റ് ആവുക. ഞങ്ങൾ അതിൽ ചെയ്ത ആദ്യത്തെ കാര്യം, ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളത് SS ഹാൻഡ് റെയിൽ വിത്ത് ടഫ് ആൻഡ് ഗ്ലാസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമലി ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒരു 85 to 90 lakhs മുകളിലുള്ള പ്രൊജക്ടുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ 45 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊജക്ടിനകത്തും ഈ സെയിം സ്പെസിഫിക്കേഷൻ ആണ്. 45 lakhs സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 1.5 കോടി രൂപ വരെയുള്ള എല്ലാ പ്രോപ്പർട്ടിക്കകത്തും ഇതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുണ്ട്, ലൊക്കേഷന് മാത്രം വ്യത്യാസം ഉണ്ടാവും.
ഓക്കെ. ആ ലൊക്കേഷനാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് സ്പെൻഡ് ചെയ്യുള്ളൂ. അതെ. ഓക്കെ. ഇനി പുറത്തുള്ള ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റുകൾ മിക്കതും വിറ്റ് പോകുന്നത് അങ്ങനെ തന്നെയാണ്. പുറത്തുള്ളവരെല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഫ്ലാറ്റുകളോ വില്ലാസോ വാങ്ങി വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും വന്ന് മോണിറ്റർ ചെയ്യാനോ അവരുടെ റിലേറ്റീവ്സ് പറ്റുന്നവരെ ചിലരൊന്ന് പോയി ഇടയ്ക്ക് മോണിറ്റർ ചെയ്യാം. പക്ഷെ എല്ലാവരുടെ കേസസിലും അത് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചിരുന്നു ടെക്നോളജി നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ വെർച്വൽ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ക്ലയൻസിനെ നിങ്ങൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മെയിൻലി വെർച്വൽ സൈറ്റ് വിസിറ്റ്സ് തന്നെയാണുള്ളത്. ഒരാളൊരു അപ്പാർട്ട്മെന്റോ വില്ലാസോ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെർച്വലി അത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് എടുത്തിട്ട് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിന്റെ ടൈം അനുസരിച്ചിട്ട് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓരോ സ്റ്റേജസിലായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്ലാബ് അടക്കമുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കേരള എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. കേരള ഗവൺമെന്റ് അണ്ടറിലുള്ളതാണ്. ആ കമ്പനി, അതായത് KERIയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അവർ അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നവേര ബിൽഡിംഗിൽ എന്തുകൊണ്ട് ആൾക്കാർ ഫ്ലാറ്റ് ചൂസ് ചെയ്യണം, അവിടെ നിങ്ങൾ കൊടുക്കുന്ന സേഫ്റ്റി, സെക്യൂരിറ്റി, ബിൽഡിംഗ് സ്ട്രക്ചർ എല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ വറി ചെയ്യിപ്പിക്കുന്ന മറ്റൊന്നാണ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ ഈ ചില ബിൽഡേഴ്സ് ആണെങ്കിൽ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് വിത്തിൻ ദെയർ അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ളിൽ തന്നെ ചെയ്യുന്നുണ്ട്. അവരുടെ കംപ്ലീറ്റ് അഷുറൻസ് തരുന്നുണ്ട്, വെൽ മാനേജ് ചെയ്യുന്നുണ്ട് അവർ ആ ഒരു കളക്ഷന്റെ കാര്യത്തിലും അത് ഡിസ്പോസ് ചെയ്യേണ്ട കാര്യത്തിലും. ഹാവിംഗ് സെഡ് ദാറ്റ് ചില ബിൽഡേഴ്സ് അത് ചെയ്യുന്നുമില്ല. നവേര ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങളൊരു ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മാനദണ്ഡങ്ങളും കൂടി അനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ പ്രൊജക്ടുകളിൽ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഡിസൈൻ ചെയ്യാറുള്ളത്. കൂടുതലും വേസ്റ്റ് സൈറ്റിൽ, അതായത് സൈറ്റിൽ തന്നെ നമുക്ക് ഒരു പ്രൊജക്റ്റിൽ തന്നെ നമ്മൾ വേസ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് പലപ്പോഴും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉൾപ്പെടെ സൈറ്റിൽ തന്നെ ബേൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് ശരിക്കും നമുക്ക് അത്യാവശ്യമുള്ള നാപ്കിൻസോ അല്ലെങ്കിൽ ഒരു പേപ്പർ വേസ്റ്റോ കത്തിക്കുന്നത് പോലെ അല്ല പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ബേൺ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളിൽ കൃത്യമായി ഒരു ടീമിനെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഓൺ ടീം തന്നെയാണ്. അപ്പോൾ ഒരു താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ആ വേസ്റ്റ് കളക്ട് ചെയ്ത് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൃത്യമായി അതിന്റെ സോഴ്സസിലേക്കാണ് ഞങ്ങൾ എത്തിക്കുക. ഒന്നും സൈറ്റിലിട്ട് ഞങ്ങൾ കത്തിക്കുന്നില്ല. അപ്പോൾ പല പ്രൊജക്ടുകളിലും ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റാറുണ്ട്. പലപ്പോഴും ഇതിന്റെ ഒരു സ്മെല്ല് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പ്രോസസ്സുകൾ ഞങ്ങൾ സൈറ്റിൽ ചെയ്യുന്നില്ല. സൈറ്റിൽ നിന്ന് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് ഇത് ചെയ്യുന്ന ഏജൻസീസിലേക്ക് ഞങ്ങൾ അത് ഫോർവേഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രൊമൈസസിനുള്ളിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല, ബയോ ഇതാക്കി ചെയ്യുന്നില്ല. അത് കൃത്യമായി കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട് പുറത്ത്. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന ആളുകൾ. അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ അത് ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഇതെല്ലാം കൂടെ നമ്മളത് മാനേജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്യൂസ് ക്രിയേറ്റ് ആവുകയുള്ളൂ. അപ്പൊ അതിനേക്കാളും നല്ലത് അതിൽ താമസിക്കുന്ന വ്യക്തികൾ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. കൃത്യമായി ഒരു 4-5 ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ട്. അതിനകത്ത് മെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവും, അതിനകത്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകൾ ഉണ്ടാവും, ഫെർട്ടിലൈസേഴ്സ് ആക്കാൻ പറ്റുന്നതുണ്ടാവും. അപ്പോൾ ഇതിനെ കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ വീടുകളിൽ നിന്നും ഞങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിനെ കളക്ട് ചെയ്ത് കളക്ഷൻ യൂണിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ്. പിന്നീട് അതൊരു ഏജൻസി അതിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുത്ത് അവരത് മാനേജ് ചെയ്തോളും. അപ്പൊ ആ ഒരു കാര്യത്തിലും നവേര വളരെയധികം കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പാർട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട് അല്ലേ? നവേര ഇപ്പൊ നിലവിൽ 2 പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് ആയിട്ടുള്ളത് പ്രോജക്ട് അത് എന്നത്തേക്കാണ് ഇനി വരാൻ പോകുന്നത്? നിലവിൽ 2 പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രോജക്ട് നെക്സ്റ്റ് ഇയർ ഡിസംബറോടുകൂടി കംപ്ലീറ്റ് ആവേണ്ട ഒരു പ്രോജക്റ്റും ഒരു പ്രോജക്ട് 2027 കംപ്ലീറ്റ് ആവേണ്ട ഒരു പ്രോജക്റ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു പ്രൊജക്ടിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. വെരി റീസെന്റ് ഒരു പ്രൊജക്ട് ഇപ്പം ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് മന്തോടുകൂടി ആ പ്രൊജക്ട് ലൈവ് ആവും. ഇതെല്ലാം തന്നെ തൃശ്ശൂരാണോ? എല്ലാം തന്നെ തൃശ്ശൂരാണ്. നിങ്ങൾ തൃശ്ശൂർ വിട്ടു പോവാൻ ഉദ്ദേശിക്കുന്നില്ലേ? തൃശ്ശൂരാണ് ബേസിക്കലി നവേര ആക്കിയത്. അപ്പോ തൃശ്ശൂരിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പതിയെ ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ എറണാകുളത്തെ ആൾക്കാർ പോപ്പുലേഷൻ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെയും ഉള്ള ലാൻഡ് നവേര ഈ പറയണ ഇപ്പം കേട്ടിടത്തോളം നവേര എത്രത്തോളം ആൾക്കാരുടെ ഇഷ്ടങ്ങളും അവരുടെ സെക്യൂരിറ്റിയും അവരുടെ എല്ലാം മാനിച്ചുകൊണ്ട് വളരെ സിൻസിയർ ആയിട്ട് വളരെ ജെനുവൻ ആയിട്ട് ചെയ്യുന്ന ഒരു ബിൽഡർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങളുടെ എറണാകുളം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇൻ ഫ്യൂച്ചർ എന്തായാലും നവേര തൃശ്ശൂർ മാത്രമല്ലല്ലോ, നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗത്തിലേക്കും എത്തും.
കേരളം 2030 ആ. കേരളം ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടാണ്, എല്ലാ ഇൻഡസ്ട്രിയിലും നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടാണ്. ഈവൻ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2030 എന്ന് പറയുന്നത് ഒരു വലിയ ടാർഗറ്റ് ആണ്. ഓക്കെ അപ്പോൾ ആ ടാർഗറ്റിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ നമ്മുടെ ഈ ഒരു ഹൈവേ കേന്ദ്രീകരിച്ച് വരുന്ന ഡെവലപ്മെന്റോടുകൂടി ശരിക്കും ഇതൊരു വലിയൊരു കണക്ഷനായി മാറുകയാണ്. നമുക്ക് തൃശ്ശൂരെന്നോ കൊച്ചിയെന്നോ ഡിഫറൻസ് ഇല്ലാതെ ഇത് എൻ്റയർ ഏരിയയിലേക്ക് ഒരു വളരെ സ്പീഡിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കണക്ഷന്റെ ഭാഗവും ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗവും ആവുക എന്നുള്ളതാണ് നവര നെക്സ്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അതിനനുസരിച്ചുള്ള ഫോക്കസ് ആണുള്ളത്. ഉണ്ടാവും. ഈ ഹൈവേ ഇത് മാത്രമല്ല രാഹുൽ, നമ്മൾ ചിന്തിക്ക് പോലും ചെയ്യാത്ത വില്ലേജ് ഏരിയയിൽ പോലും നമ്മൾ ഇന്നിപ്പോ ചെന്ന് പെട്ടെന്ന് നമ്മൾ കുറച്ചുനാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെയും ഫ്ലാറ്റുകൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. സോ പത്തനംതിട്ടയും ഒബ്വിയസ്ലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും രാഹുലിന്റെ നവേരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ രാഹുലിന്റെയും രശ്മിയുടെയും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ വളരെ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ ഉണ്ട്. അപ്പോൾ ഇനിയും അതേപോലെ തന്നെ പോട്ടെ. നവേരയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.